ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാമെന്ന് വെച്ചാൽ ഞാൻ പുതിയതായിട്ട് പാസ്പോർട്ട് എടുത്തപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കുറച്ച് മാസങ്ങളായിട്ടുണ്ട്, 6 മാസമൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അടുത്ത സമയത്ത് നമ്മൾ രണ്ടാമത്തെ ചാനൽ ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതിൻ്റെ അപ്ലൈ പ്രൊസീജിയർ, അതിൻ്റെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോഴും ഡെയിലി നമുക്ക് അതിനെ ഓരോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മെയിൻ ചാനലിലും ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടാലും വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ കോമൺ ആയിട്ട് വരുന്ന സംശയങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയാട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വീഡിയോയിൽ കിടക്കാം. അതിന് മുമ്പ് നമ്മൾ 2 ചാനൽസും കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റും പോകുന്നതാണ്. നമ്മുടെ 3ാമത്തെ ചാനൽ GC പോലെ കാണാത്ത പോയി കണ്ടുപോകുക. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, ഗാഡ്ജറ്റ് കമ്പാരിസൺ അങ്ങനത്തെ ഇമ്പോർട്ടൻസ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മൾ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. വർക്കണ്ട ഡിസ്ക്രിപ്ഷനിൽ എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അറിയായിരിക്കും, നമുക്ക് പാസ്പോർട്ട് 2 തരത്തിൽ അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഏജൻസി ത്രൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ 2 ടൈപ്പ് അപ്ലൈ പ്രൊസീജിയർ നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഏജൻസി ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും എക്സ്ട്രാ കാശ് നമുക്ക് എന്തായാലും പോകേണ്ടി വരും. നോർമലി നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു പാസ്പോർട്ട് എടുക്കാൻ നമുക്ക് ചിലവ് വരിക 1500 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾ ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങൾ ഏത് ഏജൻസി ത്രൂ ആണ് അപ്ലൈ ചെയ്യുന്നത്, അത് വേരിങ് ആയിരിക്കും. ചിലവർ 300 രൂപ വാങ്ങിക്കുന്നുണ്ട്, ചിലർ 250 രൂപ വാങ്ങിക്കുന്നുണ്ട്, ചിലർ 500 രൂപ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എക്സ്ട്രാ നമുക്ക് അതിൻ്റെ റേറ്റ് വരും. എന്ന് വെച്ചാൽ നമുക്ക് നോർമലി ഓൺലൈനിൽ ചെയ്യാനുള്ള സംഭവമുള്ളൂ. ജസ്റ്റ് ചുമ്മാ അവർക്ക് അതിന് 500 രൂപ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ഈസി പരിപാടിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് പറഞ്ഞുതരാം. എന്താ വെച്ചാൽ നമുക്ക് ഫുള്ള് ഡീറ്റെയിൽസിൽ ബ്ലർ എന്തായാലും നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലർ ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ ഇതെല്ലാം നമുക്ക് ഇംഗ്ലീഷിൽ നോർമൽ അക്ഷരത്തിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ കാണിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ ഫുള്ള് കാണിക്കേണ്ട നോർമൽ എന്ന് വെച്ചാൽ അപ്പോൾ ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് ഇങ്ങനെ ഇതിൽ നമുക്കൊരു ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് പാസ്പോർട്ട് അപ്ലൈ ഓൺലൈൻ അടിച്ചു കൊടുത്താൽ തന്നെ ഫസ്റ്റ് നമുക്ക് ഇതുപോലെ സൈറ്റ് കിട്ടും. അതായത് പാസ്പോർട്ട് സേവയുടെ സൈറ്റ് കിട്ടും. ഇതിന് കുറേ ഡ്യൂപ്ലിക്കേറ്റ് സൈറ്റുകളുണ്ട്, അത് നിങ്ങൾ നോക്കാൻ മറക്കണ്ട. അതിന് ഒറിജിനൽ സൈറ്റ് എന്ന് പറയുന്നത് passport india.government.in എന്ന ഒരു ഒഫീഷ്യൽ സൈറ്റ് ആയിരിക്കും. ആ URL നിങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട. ഇതിൻ്റെ കുറേ ഡ്യൂപ്ലിക്കേറ്റ് സൈറ്റുകൾ വരുന്നുണ്ട്, അവർ തന്നെ കാണിക്കുന്നുണ്ട്. കണ്ടോ, അലേർട്ട് ഓൺ ഫേക്ക് വെബ്സൈറ്റ് കണ്ട് കാണിക്കുന്നുണ്ടോ? അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. ഞാൻ ഇത് കുറയ്ക്കാം. അപ്പോൾ അത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇതിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സിസ്റ്റിംഗ് യൂസർ ലോഗിൻ. ഇതിൽ ഓൾറെഡി അക്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ന്യൂ യൂസർ രജിസ്ട്രേഷൻ കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ചുമ്മാ ഉണ്ടാക്കുക. ഒരു യൂസർ നെയിമും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അക്കൗണ്ട് ഒക്കെ ഉണ്ടോ. യൂസർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കാണാം. നിങ്ങൾക്ക് ഇത് എന്താ അപ്ലൈ ചെയ്യേണ്ടത്, രജിസ്റ്റർ ടു അപ്ലൈ അറ്റ് പാസ്പോർട്ട് ഓഫീസ് കൊടുക്കുക. അതുപോലെ തന്നെ പാസ്പോർട്ട് ഓഫീസ് നിങ്ങളുടെ അടുത്തുള്ള സ്ഥലം ഏതാ അത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, ഗിവൺ നെയിം, സർ നെയിം കൊടുക്കുക, അതായത് ഇനീഷ്യൽ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഇമെയിൽ ഐ ഡി ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ അതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ സംഭവം വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ഐ ഡി യൂസ് ചെയ്യണമെന്ന് ചോദിക്കേണ്ടത് യെസ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ഐ ഡി നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാം, നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇനീഷ്യൽ സംഭവമൊക്കെ വെച്ചിട്ട് ഒരു പേര് കൊടുക്കുക. ലോഗിൻ ഐ ഡി നോർമലി കൊടുക്കില്ലേ നമ്മൾ. പിന്നെ പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഹിന്റ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്, ഫേവറേറ്റ് ഫുഡ്, ബർത്ത് സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊടുക്കുക. ഹിന്റ് ആൻസർ, അതിൻ്റെ ആൻസർ ഇവിടെ കൊടുക്കുക. ഈ ക്യാരക്ടർ കൊടുത്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് രജിസ്റ്റർ ആവും. അത് നമ്മൾ വെരിഫൈ ചെയ്യണം. നമ്മുടെ ഇമെയിലേക്ക് ഒരു ലിങ്ക് വരും, അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ പിന്നെ നമുക്കിതിൻ്റെ ലോഗിൻ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടു എക്സിസ്റ്റിംഗ് യൂസേഴ്സ് ലോഗിൻ കണ്ടു. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ ലോഗിൻ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി പാസ്പോർട്ടിൻ്റെ ലോഗിനുള്ളിലേക്ക് കയറി കഴിഞ്ഞു. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ കാണാം പാസ്പോർട്ട് അപ്ലൈ, ന്യൂ പാസ്പോർട്ട് അപ്ലൈ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ID പ്രൂഫ് ഏതാണ്. അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഇതിൽ SLC ബുക്ക് നിർബന്ധമാണോ, SLC ബുക്ക് ഇല്ലെങ്കിൽ പാസ്പോർട്ട് കിട്ടില്ല, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ SLC ബുക്ക് നിർബന്ധം എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. നമുക്ക് SLC 10ാം ക്ലാസ് പാസ്സായവർക്കും പാസ്പോർട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ അതിൽ കൊടുക്കുക. നിങ്ങൾ അതിൽ ID പ്രൂഫ് കൊടുക്കണം, അഡ്രസ് പ്രൂഫ് കൊടുക്കണം, അങ്ങനെ 2 പ്രൂഫ് കൊടുക്കണം. അപ്പോൾ ആ കൊടുക്കുന്ന പ്രൂഫിൻ്റെ ഒറിജിനൽ വേണം നിങ്ങൾ ഈ വെരിഫിക്കേഷന് പോകുമ്പോൾ കൊണ്ടുപോകാൻ. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ നിങ്ങൾ SLC ബുക്ക് അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ SLC ബുക്കിന് ഒറിജിനൽ കൊണ്ടുപോകണം. അല്ലാണ്ട് നിങ്ങൾ അങ്ങനെ ഫോട്ടോ കോപ്പി ഒന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല. എല്ലാത്തിനും ഒറിജിനൽ ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അത് എന്ത് ID ആയിക്കോട്ടെ, ആധാർ കാർഡ് ആയിക്കോട്ടെ, ഇലക്ഷൻ കാർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും പ്രൂഫ് നിങ്ങൾ അതിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാസ്ബുക്ക് ആയിക്കോട്ടെ, എന്തായാലും ഒറിജിനലാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിൽ കൊടുക്കുന്ന ഏതാണോ അതായിരിക്കണം നിങ്ങൾ കൊണ്ടുപോകുന്ന ID പ്രൂഫുകൾ. എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ID പ്രൂഫ് കൂടി കൊണ്ടുപോകാം. എന്താ വെച്ചാൽ ചിലപ്പോൾ അവർ ചോദിക്കാനുള്ള ചാൻസ് നോർമലി ചോദിക്കാറില്ല. അപ്പോൾ നമ്മളിതിൽ കൊടുക്കില്ല. നമ്മളിതിൽ കൊടുക്കും എന്തൊക്കെയാണ് പേര് ഡീറ്റെയിൽസ്. അതായത് 2-3 പേജ് ഉണ്ട്. 2-3 പേജസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ലാസ്റ്റ് പേജിൽ കാണാം നിങ്ങളോട് 1500 രൂപ അടയ്ക്കാൻ പറയും. അതും പോലെ നിങ്ങൾക്കൊരു എന്താ പറയുക എലിജിബിൾ ആയിട്ടുള്ള ഒരു ടൈമും ഡേറ്റും സെലക്ട് ചെയ്യാനും പറയും.
അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ 1500 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെയിൽ വരും. ആ ഡേറ്റിന് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകാട്ടോ. അപ്പോൾ പാസ്പോർട്ട് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ എല്ലാം പ്രൈവറ്റൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റാണ്, സൂപ്പർ ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. TCS ആണ് അവർ ആക്ച്വലി മിക്ക ഏരിയാസിലും പാസ്പോർട്ട് ഓഫീസ് കൺട്രോൾ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അത്യാവശ്യം നല്ല വലിയ, ഇപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂർ തന്നെ അത്യാവശ്യം നല്ല വലിയ ഏരിയ ആണ് പാസ്പോർട്ട് ഓഫീസിൻ്റെ ഒക്കെ. കയറി ചെന്നാൽ തന്നെ നമുക്ക് അവർ ഇനീഷ്യലി നമ്മുടെ എന്താ പറയുക, ഒരു ഫ്രണ്ട് ഓഫീസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഏരിയ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾ പ്രൂഫും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിലും ചോദിക്കുക. അവർ ജസ്റ്റ് ചുമ്മാ എടുത്ത് നോക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഓഫീസിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വിടും. അതിനുള്ളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മളോട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എഴുതി കൊടുക്കാൻ പറയും. നിങ്ങളുടെ ഇപ്പോൾ പേരൊക്കെ നമ്മൾ ഫുൾ നെയിം ആയിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ എൻ്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത്, ഇപ്പം എൻ്റെ പേര് അജയ് MG എന്നാണ്. നമുക്ക് നമ്മുടെ MGക്ക് ഫുൾ നെയിം ഉണ്ടായിരിക്കുമല്ലോ, അതടക്കം നമുക്ക് ഫുൾ പേര് അവിടെ എഴുതി കൊടുക്കാൻ പറയും. നിങ്ങൾക്കറിയാം പാസ്പോർട്ടിലെല്ലാം ഫുൾ നെയിം ആയിട്ടാണ് വരിക, നമ്മുടെ ഇനീഷ്യലി ചെറുതായിട്ടൊന്നും വരില്ല. അപ്പോൾ അതും കറക്റ്റായിട്ട് എന്താ പറയുക സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റായി അവർ പ്രത്യേകം ചോദിക്കും, സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് അല്ലേ എന്ന്. എന്താ വെച്ചാൽ നോർമലി നമ്മുടെ ID പ്രൂഫിലൊന്നും നമുക്ക് ഇതേപോലെ ഫുൾ പേര് ഉണ്ടാവില്ല, മിക്ക ആൾക്കാർക്കും ഉണ്ടാവില്ല, എല്ലാം ഇനീഷ്യലായിരിക്കും. ഇപ്പം എൻ്റെ ഇനീഷ്യൽ മാത്രമുള്ള ID പ്രൂഫുകളാണ്, ഇൻക്ലൂഡിങ് ഇൻകം ടാക്സ് അടക്കം നമുക്ക് പാൻ കാർഡിലൊക്കെ നമ്മുടെ ഇനീഷ്യൽ മാത്രമേ ഉള്ളൂ, എക്സ്പയർഡ് ആയിട്ടുള്ള ഇതില്ല. അപ്പോൾ നമ്മളങ്ങനെ എഴുതി കൊടുക്കുന്ന സാധനമാണ് ശരിക്കും നമ്മുടെ പാസ്പോർട്ടിൽ വരിക. അതിന് നമുക്ക് പ്രൂഫും കാര്യങ്ങളൊന്നും വേണ്ട. അതാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറഞ്ഞത്. നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് ഫുൾ നെയിമും, അതായത് നിങ്ങളുടെ വീട്ടുപേരും അച്ഛൻ്റെ പേരും കൂടിയിട്ട് കറക്റ്റായിട്ട് ഫുൾ എക്സ്പാൻഡ് നെയിം എഴുതി കൊടുക്കണം. ആ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കാണിക്കും. അത് അവർ അവിടെ ടൈപ്പ് ചെയ്തിട്ട് നമ്മളെ കാണിക്കും, ഇത് കറക്റ്റല്ലേ കറക്റ്റല്ലെന്ന് ചോദിച്ചിട്ട് കറക്റ്റ്. അപ്പോൾ നമ്മൾ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഇതിലേക്ക് വിടും. അവിടെയാണ് നമ്മൾ വെരിഫിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ ID പ്രൂഫ് വെരിഫിക്കേഷനും കഴിയും. അത് കഴിഞ്ഞ് വേറൊരു സെക്ടറിലേക്ക് പോകും. ഇതുപോലെ തന്നെ 2 സെക്ടറിലേക്ക് നമ്മൾ വെരിഫിക്കേഷന് പോകും. അത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു, നമ്മളോട് പോയിക്കോളാൻ പറയും. നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന പറയും. നിങ്ങൾക്ക് ആക്ച്വലി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്മിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആ സാധനമൊക്കെ തിരിച്ചു തരും. നമ്മൾ ഈ ഫോം പ്രിന്റ് എടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കെല്ലാം ഡിജിറ്റൽ കോപ്പി മതി. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ആ ഒരു മെസ്സേജ് വരും, അത് കാണിച്ചു കൊടുത്താലും മതി. നമുക്ക് ആ ഫോം പ്രിന്റ് എടുത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ എല്ലാം ഡിജിറ്റൽ മതി. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് പോരാ അവിടേക്കിട്ടാ. നമുക്കൊരു എന്താ പറയുക മെയിലും വരും. അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക ട്രാക്കിംഗ് നമ്പർ പോലത്തെ ഒരു നമ്പർ നമുക്ക് മെസ്സേജ് വരും. നമുക്ക് ഈ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഡയറക്റ്റ് നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ റെഫർ ചെയ്യുക, ഈ നമ്പർ അടക്കം. ശരിക്കും നമുക്ക് നമ്മുടെ പാസ്പോർട്ട് സേവ ഓഫീസിൻ്റെ അഡ്രസ്സിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാനും പറ്റും. നോർമലി ഇപ്പോൾ എൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വർക്കിംഗ് ഡേയ്സിലാണ് ഞാൻ പറഞ്ഞത്, വർക്കിംഗ് ഡേയ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു 1.5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് റെഫറൽ പോയി. അന്ന് വൈകുന്നേരം തന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൺസ്റ്റബിളാണ്, ആൾ വിളിച്ചു, എന്നാ വീട്ടിലുണ്ടാവുമെന്ന് ചോദിച്ചു. അടുത്ത ദിവസം കാലത്തുണ്ടാവും എന്ന് പറഞ്ഞു. ആൾ കാലത്ത് തന്നെ വന്നു. ഒരു 2 മിനിറ്റ് ആൾ അഡ്രസ്സ് നമ്മുടെ ആധാർ കാർഡ് കൊണ്ടുവരാൻ പറഞ്ഞു. ആധാർ കാർഡ് നോക്കി, ആൾ എവിടെ ആധാർ കാർഡിന് അഡ്രസ്സ് ചെയ്ത് വെച്ചു. കാര്യം കഴിഞ്ഞു, ആൾ പോയി. വേറൊരു സംഭവമില്ല കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 വീക്കിനുള്ളിൽ പാസ്പോർട്ടും കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ പാസ്പോർട്ട്. ഇപ്പോൾ ഇതിൻ്റെ കവറാണ്, ഇതാണ് പുതിയ പാസ്പോർട്ട്. ഇതതിൻ്റെ കവറാണ്, ഞാൻ Amazon വാങ്ങിച്ചാണ്. നിങ്ങൾക്ക് അത് കവർ വേണമെങ്കിൽ വാങ്ങിച്ചിടാം. 350 രൂപ ആ റേഞ്ചൊക്കെ നമുക്ക് വരുന്നുള്ളൂ. ലെതർ കവറാണ് കണ്ടോ. നമുക്കിതിൽ വേണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ID പ്രൂഫും അതുപോലെ തന്നെ എന്താ പറയുക ID പ്രൂഫൊക്കെ ഉള്ളൂ. പിന്നെ ഇത് RFID പ്രൊട്ടക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡും വേണമെങ്കിൽ ഇവിടെ വെക്കാൻ വേണ്ടോ. കാർഡ് വെക്കാനുള്ള സ്ലോട്ട് കൂടി ഉണ്ട്, 2-3 ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെയും വേണമെങ്കിൽ ക്യാഷ് ആയിട്ടും വേണമെങ്കിൽ വെക്കാൻ വേണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ബാക്കിയൊക്കെ സെയിം നമ്മുടെ നോർമൽ പോലെ തന്നെ. ഇത് നമുക്ക് പേജസ് ഡിഫറെൻറ്റ് പേജസ് ഉള്ളത് കിട്ടും. അത് ഏറ്റവും മിനിമം പേജസ് ഉള്ളതാണ്. പേജസിൻ്റെ ഇപ്പോൾ ആക്ച്വലി കൊടുക്കുന്ന 20 പേജുള്ള കൂടുതൽ ഇപ്പോൾ എന്താ പറയുക എക്സ്ട്രാ പേജസ് ഉള്ള കൂടുതൽ പാസ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ റീസെൻ്റ്ലി കണ്ടായിരുന്നു. ഇപ്പോൾ നോർമൽ ഇതല്ലാണ്ട് പേജസ് കൂടുതലുള്ള പാസ്പോർട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാൻ പറയണ്ട. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഉള്ളത് തത്കാലാണ്. തത്കാലം വരുമ്പോൾ നമുക്ക് എമൗണ്ട് കൂടും. അതായത് പെട്ടെന്ന് 2 ദിവസം മുതൽ കാർഡ് കിട്ടാനുള്ള സംഭവമാണ് തത്കാലം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് നോർമൽ സ്റ്റെപ്സ്. ഞാൻ അത് കാണിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ മെയിനായിട്ട് നമുക്ക് ഓൺലൈനിൽ ഫില്ല് ചെയ്യുന്ന സംഭവമാണ് ഉള്ളത്. അത് കഴിഞ്ഞാലാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുക. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഈസിയാണെന്ന് വെച്ചാൽ സംഭവം ഫുൾ പ്രൈവറ്റൈസ്ഡാണ്. പണ്ടത്തെ പോലെ ഈ എന്താ പറയുക കൂതറ ഇപ്പോൾ നമ്മുടെ വില്ലേജ് ഓഫീസിലും കാണുന്ന പോലത്തെ ആൾക്കാരൊന്നുമല്ല. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. എന്താ വെച്ചാൽ പ്രൈവറ്റ് കമ്പനീസ് അതൊക്കെ മാനേജ് ചെയ്യുന്നത് ഈസി ആയിട്ട് സംഭവം കഴിഞ്ഞു. എനിക്കൊക്കെ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് പോലും എടുത്തിട്ടുണ്ടാവില്ല അവിടെ പോയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. 11:30 പോയി, ഞാൻ 11:45 വീട്ടിലെത്തി. അപ്പോൾ അത്രയും ഫാസ്റ്റ് ആയിരുന്നു. അത് മാത്രമല്ല നമുക്കൊരു 1 വീക്ക്, എനിക്ക് 1 വീക്ക് എടുത്തില്ല. അതിനുള്ള തന്നെ സാധനം ഇവിടെ കയ്യിൽ കിട്ടിയിട്ടാണ്. എന്താ വെച്ചാൽ ഇത് എറണാകുളത്ത് നിന്ന് വരിക. ഇത് എന്താ പറയുക പ്രിന്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് എറണാകുളത്ത് നിന്ന് ഷിപ്പ് ആവുക. അത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്, നമ്മുടെ സ്പീഡ് പോസ്റ്റ് വഴിയാണ് വരിക. സാധനം എറണാകുളത്ത് ഇപ്പോൾ തൃശ്ശൂർക്ക് വരാൻ നിങ്ങൾക്ക് അറിയില്ല, അത്ര വലിയ സമയം എടുക്കില്ല. ഒരു 1 day 1.5 day എടുത്തുള്ളൂ.
ഒരു ഉച്ചയായപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വന്നു സാധനം. സൈൻ ചെയ്ത് കൊടുക്കണം. സൈൻ ചെയ്ത് കൊടുത്താൽ എയർലൈൻ്റെ സ്പീഡ് പോസ്റ്റാണ്. സാധനം കയ്യിലിട്ട് എത്ര ഇവിടെ ഈസി സ്റ്റെപ്സ് ആണ്. അപ്പോൾ എന്തായാലും സംശയങ്ങൾക്ക് തന്നെ കമൻറ്റ് ചെയ്താൽ മതിയിട്ടാണ്. നമ്മളത് ഫുൾ സ്റ്റെപ്പ് കാണിച്ചാലത് എന്താ വെച്ചാൽ നമ്മൾ കാണിച്ചു തരാൻ പോയി കഴിഞ്ഞാൽ എല്ലാം നമ്മൾ എറിയേണ്ടി വരും. അപ്പോൾ അതിനായിട്ടും ഭേദം നമ്മൾ കാണിച്ചു തരാണ്ടിരിക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പേര് നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മറക്കരുത്. നമ്മളെല്ലാ കമൻറ്റും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.